നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറെ ദിവസമായല്ലോ എന്റെ കുഞ്ഞ്. ഓ, ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് പ്രസവിക്കുന്നത്. നിനക്ക് മാത്രം എന്താ എത്ര പ്രത്യേകത? അതെ ആതിരെ, നീ കൂടുതൽ അഹങ്കരിക്കണ്ട. ഞാനും നിന്നെ പോലെ പെറ്റത് തന്നെയാ. മറ്റൊരു നഷ്ടപ്പെടേണ്ട വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് മാത്രമല്ല, എന്തിനെന്നെ? ആ ചോദ്യം ഉത്തരമില്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ. നഷ്ടപ്പെടുന്നതിന്റെ വേദന എനിക്ക് മനസ്സിലാവും. സന്ധ്യയ്ക്ക് കൺമുന്നിൽ നിന്നും ജീവിതത്തിൽ നിന്നും നഷ്ടമായി. എനിക്ക് കൺമുന്നിലുണ്ടായിട്ട് നഷ്ടമായി. ഒരുപക്ഷെ മരണപ്പെട്ട ഭർത്താവിനെ ഓർത്ത് സന്ധ്യ സങ്കടപ്പെടുന്നതിന്റെ ഇരട്ടിയിലധികം വരും. ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നഷ്ടപ്പെടുമോ എന്ന ഭയം സന്ധ്യ മാറ്റണം. മരണത്തോടെ അല്ലാതെ സന്ധ്യയെ വിട്ട് ഈ നന്ദനെങ്ങും പോവില്ല. എന്തിനു താൻ എന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ എന്റെ കയ്യിലില്ല. എന്തിനു താൻ എന്നല്ല, എല്ലാത്തിനും താൻ എന്ന് മാറ്റി പറയാൻ മാത്രമേ എനിക്കിപ്പോ കഴിയൂ. അതൊക്കെ പോട്ടെ, താനൊന്ന് ലീവല്ലേ? ജന്മദിവസം ഓർമ്മയില്ലാതിരുന്നതുകൊണ്ട് ലീവൊന്നും എടുത്തില്ല. എങ്കില് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കാവോ? എന്നിട്ട് ലീവാണെന്ന് പറ. ഇന്നിനി എങ്ങോട്ട് പോകണ്ട. ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്കൊന്ന് കറങ്ങാം. ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട്. എന്തു പറയുന്നു? ഞാനെന്ത് പറഞ്ഞാലും നന്ദൻ ഇപ്പൊ പറഞ്ഞതില്ലേ നടക്കും. പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. കുറെ നാളായിട്ട് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് ഈശ്വരനറിയാം. എപ്പോഴും പറഞ്ഞ് പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിക്കണ്ട. പ്രാർത്ഥനയുടെ ഫലമൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായി ഫലിച്ചതിന് ശേഷം എല്ലാത്തിനും കൂടി ഒരുമിച്ച് നന്ദി പറയാം. വർണ്ണമാഷ വാനോവേ, ഇങ്ങോട്ടേക്ക്. ഇരിക്കേ. അച്ഛൻ അച്ഛാ, വേദന കുറവുണ്ടോ അച്ഛാ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ. സേതു, ഞങ്ങളിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. എന്റെ മോൾ ആതിര ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിഞ്ഞു. അവള് പണ്ടേ കുറച്ച് വാശിയുള്ള കൂട്ടത്തില്. അവൾ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുവെങ്കിൽ സേതു ക്ഷമിക്കണം. എന്താ മാഷേ ഇത്? എല്ലാം എന്റെ മക്കള് തന്നെയല്ലേ. ആതിര പറഞ്ഞത് കുഞ്ഞിന്റെ ചടങ്ങ് അവിടെ വെച്ച് നടത്തണമെന്നാ. പറഞ്ഞിട്ടൊട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. അത് പറയാൻ തന്നെയാ ഞങ്ങൾ വന്നത്. ആതിര പറയുന്നു ഒന്നും ഇവിടെ ആരും കാര്യമാക്കണ്ട.
പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട കേസല്ലെന്ന് കരുതിയ അച്ഛനോടും അമ്മയോടും ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. നേരിട്ട് വന്ന് പറയാമെന്ന് കരുതിയ ഫോണിൽ വിളിക്കാതിരുന്നത്. അവക്കിതെന്താ പറ്റിയെന്ന് അറിയത്തില്ല സേതുവേട്ടാ. ഓരോ സമയത്ത് അവള് ഓരോ പ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം, പ്രത്യേകിച്ച് സന്ദീപിനോട്. അവള് പറയുന്ന പൊട്ടത്തരങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കരുത്. വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറഞ്ഞു തന്നെ നിർത്തണം. അതെ, ഇവിടെ നടക്കുന്നുവെന്നും നിങ്ങൾ ആരും ഞങ്ങളെ അറിയിക്കാറില്ല. ഇനി അത് പറ്റില്ല. അർച്ചനയായാലും ആതിരയായാലും ഇവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയാൽ അത് ഞങ്ങളെ അറിയിക്കുക തന്നെ വേണം. തീരുമാനം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം. സേതു, ഒരു തരത്തിലും വിഷമിക്കണ്ട. ചടങ്ങുകളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ നടത്താം. അച്ഛാ, അച്ഛനും അമ്മയും അനൂപേട്ടനും ഒക്കെ എന്തിനാ ചേച്ചിയുടെ ഇഷ്ടത്തിന് തീരുമാനം എടുക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ചടങ്ങുകളൊക്കെ അവിടെ വെച്ച് മതിയെന്ന്. നീ പറയുന്നത് കേൾക്കാനാണോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? അർച്ചന പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതാ. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ആണോ തീരുമാനം എടുക്കുന്നത്? നിർത്തടി. കുറെ ദിവസമായല്ലോ എന്റെ കുഞ്ഞ്. ഓ, ലോകത്തിൽ ആദ്യമായിട്ടല്ല ഒരു പെണ്ണ് പ്രസവിക്കുന്നത്. നിനക്ക് മാത്രം എന്താ എത്ര പ്രത്യേകത? അതെ ആതിരെ, നീ കൂടുതൽ അഹങ്കരിക്കണ്ട. ഞാനും നിന്നെ പോലെ പെറ്റത് തന്നെയാ. നിന്റെ ചില നേരത്തെ വർത്താനം കേട്ടാത്തൊന്നും ഇത് മറ്റാരും ചെയ്തിട്ടില്ലാന്ന്. ഇപ്പൊ ഈ പാടാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ? ചേച്ചിക്ക് മതിയായല്ലോ. എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നെ പത്ത് പറയിപ്പിച്ചപ്പോഴേ സമാധാനമായല്ലോ. എന്ത് വന്നാലും ചേച്ചിയുടെ തീരുമാനങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് മാത്രം എടുത്ത് ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ചടങ്ങുകളൊക്കെ ഇവിടെ വെച്ച് നടത്താന്നല്ലേ പറഞ്ഞോളൂ. പിന്നെന്താ നിനക്ക് ഏടത്തിലെ തീരുമാനങ്ങൾ അംഗീകരിച്ചാല്? ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് മുന്നേ ഇവിടെ കയറി വന്നത് എന്റെ ഏട്ടത്തിയാ. ഒരു അമ്മയുടെ സ്ഥാനം അന്ന് മുതൽ ഞാൻ ഏട്ടത്തിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഏട്ടത്തിക്കും അവകാശമുണ്ട്. നീ പറഞ്ഞൊന്ന് കരുതി ആ സ്ഥാനം മാറാനും പോകുന്നില്ല. ഇതിന്റെ പേരിൽ ഇനിയും നിങ്ങൾ വഴക്ക് കൂടണ്ട. ആതിരയ്ക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടത്താം. അതൊന്നും ശരിയാവത്തില്ല സേതുട്ടാ. അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.